വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാക് കാശ്മീർ അതിർത്തിയിൽ നിരീക്ഷണ പറക്കൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏത് നിമിഷവും ഒരു ഏറ്റുമുട്ടൽ നടക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും വെടിവെച്ചുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഏതെങ്കിലും സംസ്ഥാനത്തിൽ പാകിസ്ഥാനികൾ ഇനിയും തങ്ങുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് എത്തിക്കണമെന്ന്. 48 മണിക്കൂർ സമയപരിധിയായിരുന്നു പാകിസ്ഥാനികൾക്ക് ഇന്ത്യ വിട്ടുപോകാൻ ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചിരുന്നത്. അതിനിടയിൽ കാശ്മീരിലെ ബന്ദിപ്പോരയിൽ ഇന്ത്യൻ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൈബയുടെ കമാൻഡർ അൽതാഫ് ലല്ലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു. കാശ്മീർ ബന്ദിപ്പോരിൽ ഭീകരർ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് അവിടേക്ക് സൈന്യം തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ സമയം ഇത്രയൊക്കെ ആയിട്ടും ബൈസരൻ വാലിയിൽ നിരപരാധികളായ ഇന്ത്യൻ പൌരന്മാരെ കൊലപ്പെടുത്തിയ ഒരു ഭീകരനെയും കണ്ടെത്താൻ നമ്മുടെ സൈന്യത്തിന് ഇതുവരെ ആയില്ല എന്നത് ദുഃഖം തന്നെയാണ്. അതേസമയം കാശ്മീർ തീവ്രവാദി ആക്രമണത്തിന്റെ 3ാം നാളിൽ നാം കേൾക്കുന്ന വാർത്ത തീവ്രവാദികളെ സഹായിച്ച 2 കാശ്മീരികളുടെ വീടുകൾ അഗ്നിക്കിരയാക്കി എന്നാണ്. ആസിഫ് ഷെയ്ഖ്, ആദിൽ തോക്കാർ എന്നീ 2 കാശ്മീർ ഭീകരരുടെ വീടുകളാണ് അഗ്നി വിഴുങ്ങിയത്. അതിനിടയിൽ അക്രമികൾ ഒളിച്ചിരിക്കുന്നത് കാശ്മീരിലെ പീർ പഞ്ചായത്തിലാണെന്ന് വിവരത്തെ തുടർന്ന് സേന അവിടെ ശക്തമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മലനിരകളാൽ ചുറ്റപ്പെട്ട വളരെയധികം ദുഷ്കരമായ പ്രദേശമാണ് പീർ പഞ്ചാൽ. സിആർപിഎഫിന്റെ ട്രെയിനിംഗ് ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഏരിയ കൂടിയാണ് പീർ പഞ്ചാൽ. സിആർപിഎഫും കമാൻഡോസും ഏരിയ വളഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടെങ്കിലും ഇതുവരെയും ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആരെയും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ഈ തിരിച്ചടിയിലും കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ അവകാശപ്പെട്ടിരുന്നത് കാശ്മീരിനെ ശുദ്ധീകരിച്ചു എന്നായിരുന്നു. കാശ്മീരിൽ ആർക്കും ഇനി സധൈര്യം കയറി ചെല്ലാമെന്നും അവിടെ ഭൂമി വാങ്ങാം, വീട് വെക്കാം എന്നൊക്കെയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇപ്പോഴും തീവ്രവാദികളുടെ വെടിവെച്ചുകൾ നിലക്കാതെ പോകുന്നത് എന്നതിന് ഉത്തരം നൽകേണ്ടത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റാണ്. കഴിഞ്ഞ ഒരു ഭീകരാക്രമണമല്ല നാം ഇപ്പോൾ അറിയുന്നത്. സേനയുടെ തിരച്ചിലിനിടയിൽ പല ഭാഗങ്ങളിലായി പ്രത്യാക്രമണങ്ങൾ ഭീകരിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്രമാത്രം ഭീകരർക്ക് കാശ്മീരിൽ ഇപ്പോഴും തമ്പടിക്കാനായത് എങ്ങനെയെന്നതിനും ഉത്തരം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഞങ്ങൾ എല്ലാം ചെയ്തു എന്ന് പറയുന്ന അത്ര തന്നെ എളുപ്പമല്ല എല്ലാം പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കണം. മറ്റൊന്ന്, നമ്മൾ പാകിസ്ഥാനെ ചോരക്കളമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ പാകിസ്ഥാനകത്ത് ഭീകരതയെ അംഗീകരിക്കാത്ത, അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒട്ടനവധി നല്ല മനുഷ്യരുണ്ട് ആ നാട്ടിൽ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികൾ കൊണ്ടുവന്നപ്പോൾ പാകിസ്ഥാൻ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കടന്ന് ഇന്ത്യക്കെതിരെയും നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യ പ്രഖ്യാപിച്ച അതേ 48 മണിക്കൂർ സമയം ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിൽ നിന്നും തിരിച്ചു പോകാനും പാകിസ്ഥാൻ അനുവദിച്ചിരിക്കുന്നു. സാർക്ക് ഉടമ്പടി പ്രകാരമുള്ള എല്ലാ യാത്രാ ഇളവുകളും ഇന്ത്യക്കാർക്കുള്ള എല്ലാ യാത്രാ ഇളവുകളും പാകിസ്ഥാൻ റദ്ദു ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾ ഇനി മുതൽ പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പാകിസ്ഥാൻ നിഷ്കർഷിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയം, സിന്ധു നദീജല കരാർ റദ്ദു ചെയ്യുക വഴി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നുള്ളതാണ്. ആ വാക്കുകൾക്ക് ശരിക്കും ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് വേണം പറയാൻ. അതിലുപരി ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും പാകിസ്ഥാൻ ഇതോടുകൂടി മരവിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഷിംല കരാർ ഇപ്പോൾ പാകിസ്ഥാൻ ഏകപക്ഷീയമായി റദ്ദു ചെയ്തിരിക്കുന്നത്. 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്ന് ഒപ്പുവെച്ച ഒരു കരാർ ആയിരുന്നു ഷിംല കരാർ. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതിനു ശേഷം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയതും യുദ്ധ തടവുകാരെ മോചിപ്പിച്ചതും ഈ കരാറിലൂടെയായിരുന്നു. ഈ കരാറിന്റെ പ്രധാന ഉദ്ദേശം ചർച്ചകളിലൂടെ സംഘർഷങ്ങൾ സമാധാനമായി പരിഹരിക്കുക, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ മൂന്നാമതൊരു രാജ്യത്തെ കക്ഷി ചേർക്കാതെ ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കുക, നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ ഔദ്യോഗികമായി അംഗീകരിക്കുക എന്നതൊക്കെയായിരുന്നു.
1971 യുദ്ധത്തിന് ശേഷമുള്ള സൈനിക സ്ഥാനങ്ങൾ അംഗീകരിച്ച് ആ രേഖകൾ ഏകപക്ഷീയമായി മാറ്റാതിരിക്കുക, യുദ്ധത്തിൽ പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ 13,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ഇന്ത്യ പാകിസ്ഥാനെ തിരികെ വിട്ടു നൽകിയതെങ്കിലും തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങൾ ഇന്ത്യ കൈവശം വെച്ചിരുന്നു. പാകിസ്ഥാന്റെ 93,000 പാകിസ്ഥാൻ സൈനികരെയാണ് ഈ കരാർ പ്രകാരം ഇന്ത്യ പാകിസ്ഥാന് വിട്ടു നൽകിയത്. എന്നാൽ ഈ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ നിരവധി കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധവും സിയാച്ചിൻ സംഘർഷവുമെല്ലാം അതിൽ എടുത്തു പറയേണ്ടതാണ്. ഷിംല കരാർ പാകിസ്ഥാൻ ഏകപക്ഷീയമായി റദ്ദാക്കുന്നതോടെ പാകിസ്ഥാന് ഇതുവരെ ഉണ്ടായിരുന്ന ലൈൻ ഓഫ് കൺട്രോൾ ഇനി മുതൽ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഏകപക്ഷീയമായി ഉറപ്പാക്കുകയാണ്. സത്യത്തിൽ പാകിസ്ഥാന്റെ ഈ തീരുമാനങ്ങൾ ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വെല്ലുവിളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഷിംല കരാർ റദ്ദാക്കിയതോടുകൂടി ഇന്ത്യൻ പരമാധികാരത്തിലുള്ള കാശ്മീരിന്റെ അതിർവരമ്പുകൾ ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ധ്വനി കൂടിയാണ്, താക്കീത് കൂടിയാണ് പാകിസ്ഥാൻ ഇതിലൂടെ നൽകുന്നത്. യുദ്ധം ഒരിക്കലും സമാധാനം നൽകുകയില്ല. ഇനി അഥവാ പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടായാൽ പിന്നീട് ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആയുധമെടുക്കരുത്. ആ രൂപത്തിലുള്ള യുദ്ധമായിരിക്കണം നാം നടത്തേണ്ടത്.